ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ ഇന്ത്യൻ ഓഷൻ അഥവാ ഇൻഡോ പസഫിക് സമുദ്രം അല്ലെങ്കിൽ ചൈനയുടെ ദക്ഷിണ ചൈന കടൽ, ഇതൊക്കെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. ഒരു രാജ്യമല്ല, 2 രാജ്യങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 രാജ്യങ്ങളും അന്തർധാര വളരെ സജീവമായിട്ടുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഈ പരീക്ഷണം നടത്തുമ്പോൾ ലോക രാജ്യങ്ങൾ, അതായത് ഇവരുടെ പരീക്ഷണം കൊണ്ട് ബാധിക്കാൻ പോകുന്ന 6 രാജ്യങ്ങൾ ഇതിനെ എതിർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒന്നാമത്തെ പരീക്ഷണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉൻ അയാൾ നടത്തിയ ഒരു പരീക്ഷണമാണ്. മിക്ക രാജ്യങ്ങളും ആധുനിക ഡ്രോണുകളും കൃത്രിമ ബുദ്ധിയും സൈബർ യുദ്ധ സംവിധാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇയാള് പരമ്പരാഗതമായിട്ടുള്ള പക്ഷെ ആക്രമണാത്മകവുമായിട്ടുള്ള ഒരു നാവികസേന കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് കിം ജോങ് ഉൻ. ഉത്തര കൊറിയയുടെ പുതിയ ഡിസ്ട്രോയർ കാങ് കോൺ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രോയറിന്റെ ഡെക്കിൽ നിന്നും കിം ജോങ് ഉൻ ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പോങ് യാങ് അതിന്റെ സമുദ്ര ആക്രമണ ശേഷിയെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ഇയാൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഓരോ കപ്പലുകളിൽ നിന്നും ഓരോ പരീക്ഷണങ്ങൾ നമ്മൾ ഓരോ മാസം വീതം നടത്താനായിട്ട് ഞങ്ങൾ പോവുകയാണ് എന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. ഈ കാങ് കോൺ എന്ന് പറയുന്ന ഈ ഡിസ്ട്രോയർ തകർന്നു പോയൊരു ഡിസ്ട്രോയറാ. അന്ന് കിം ജോങ് ഉൻ അദ്ദേഹത്തിന്റെ ആ ഒരു സൈനികരെ വല്ലാതെ തെറി പറഞ്ഞിരുന്നു. അവര് നിമിഷ നേരം കൊണ്ട് അത് നന്നാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവൻ തലവെട്ടികളയും നന്നാക്കി അവര് അത് നീറ്റിലിറക്കി. ഇപ്പൊ അതിനകത്തു നിന്നും ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ ഡ്രോണുകളും ആന്റി ഷിപ്പ് മിസൈലുകളും ആധിപത്യം പുലർത്തുന്ന ഈ ഒരു കാലത്ത് കിം ജോങ് ഉൻ ഡിസ്ട്രോയറുകൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ്. അത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞു തരണം. ഇയാൾ എന്തിനാണ് ഈ പരമ്പരാഗതമായിട്ടുള്ള, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് മാനുവൽ കാറുകൾ ഉള്ള കാലം ഉണ്ട്, ഇപ്പൊ ഗിയർലെസ് കാറുകൾ എത്തി. അപ്പോഴും മാനുവൽ കാറിൽ കിടന്നാണ് ഓരോരുത്തന്മാർ ഓട്ടിക്കുന്നത്, വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുമല്ലോ. ഇപ്പൊ നല്ല ടെക്നോളജീസ് ഇല്ലേ, പക്ഷെ കിം ജോങ് ഉൻ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ പരീക്ഷണം കണ്ടിട്ട് ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ, അതിന്റെ കൂടെ വേറൊരു രാജ്യം കൂടെ വലിയ രീതിയിൽ അവര് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയും. പിന്നെ US ഇത് വലിയ നാവികത്താവളങ്ങൾ, US നാവികത്താവളങ്ങളെ നേരിട്ട് ലക്ഷ്യം വെക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ സംഭവം, ഇതേ സമയം തന്നെ ചൈന ദക്ഷിണ പസഫിക് സമുദ്രത്തിലേക്ക് ഒരു ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ വാർത്തയാണ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ചൈന പരീക്ഷിച്ചിരിക്കുന്നത്. ഒരു ഡമ്മി വാർഹെഡുമായി ഇവര് ഇത് പരീക്ഷിച്ചു. 1980 ശേഷം പസഫിക്കിലേക്കുള്ള ചൈനയുടെ ആദ്യത്തെ പൊതു ICBM പരീക്ഷണമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നായിരിക്കും നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കുന്നത്. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഈ സംഭവത്തിൽ ഇന്ത്യക്ക് നേരിട്ട് ദോഷമൊന്നുമില്ല. പക്ഷെ തന്ത്രപരമായിട്ട് ചൈനയുടെ ദീർഘദൂര മിസൈൽ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആണവ പ്രതിരോധ ശേഷി, ന്യൂക്ലിയർ ഡെറ്ററൻസ്, അത് കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഇന്ത്യ ചൈന സന്തുലനത്തിൽ ചൈന കൂടുതൽ ശക്തമായിട്ടുള്ള നിലയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ഇതിന് കൗണ്ടർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇന്ത്യ ഇതിന് കൗണ്ടർ ഉണ്ട്. അഗ്നി 5 പോലുള്ള ദീർഘദൂര മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട്. MIRV സാങ്കേതിക വിദ്യ, അതായത് ഒരു മിസൈലിൽ ഒന്നിലധികം വാർഹെഡുകൾ വെച്ചുകൊണ്ട് ഇന്ത്യ പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. K4 പോലുള്ള സബ്മറൈനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ആണവ സബ്മറൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്, ക്വാഡ് വഴി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരുമായി സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പോരാത്തവർ ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഇൻഡോ പസഫിക് സുരക്ഷയ്ക്കായിട്ടാണ് അവിടെ സന്ദർശിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ 2 രാജ്യങ്ങളും നമുക്കറിയാം, ഉത്തര കൊറിയ എന്ന് പറയുന്നത് ചൈനയുടെ കൂലി പടയാളിയാണ്. ആ ഉത്തര കൊറിയയും ചൈനയും ഒരുമിച്ച് ഓരോ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അതായത് ഒരു വമ്പൻ പണി നമ്മുടെ ഈ ഒരു മേഖലയിൽ നടത്താൻ 2 രാജ്യങ്ങളും തമ്മിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ലോകം വീണ്ടും അസ്വസ്ഥമാകാൻ പോകുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്തെങ്കിലും വലിയൊരു യുദ്ധം നമ്മുടെ മേഖലയിൽ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്? സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2027 എന്ന് പറയുന്നൊരു വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് ചൈനയെ സംബന്ധിച്ച്. കാരണം ചൈനയുടെ ഇപ്പോൾ ഇരിക്കുന്ന അവരുടെ പ്രധാനമന്ത്രി ഷീ ജിൻപിങ്
അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്ന 2027-ലാണ്. അദ്ദേഹം ഈ അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. തൻ അധികാരം ഒഴിയുമ്പോൾ നമ്മളുടെ പ്രവിശ്യകളിലൊന്നായ തായ്വാൻ നമ്മളോടൊപ്പം കൂടി ചേരുക തന്നെ ചെയ്യും. അതും കൂടെ പൂർത്തിയാക്കിയാണ്. അതായത് ഓരോ പ്രസിഡന്റുമാര് അധികാരത്തിലേറുമ്പോൾ അവരൊരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ ഈ അധികാര പരിധിയിൽ ഞാൻ ഇത് കൊണ്ടുവരും. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പ്രതിജ്ഞ പറയുന്നത്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇത് നിലനിൽക്കുന്നുണ്ട്. പ്രസ്താവന എന്ന് മാത്രമല്ല, ഇത് എല്ലാ വർഷവും അദ്ദേഹം പുതുക്കാറുമുണ്ടെന്നുള്ളതാണ്. അതായത് അന്ന് ഇപ്പൊ ഒരു വിടുവാത്തരം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ ഇവരുടെ ഈ ചൈനയുടെ ഒരു പരേഡുണ്ട്. ആ പരേഡ് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേ കണക്ക് അവിടെ ഒരു ചൈനീസ് വിക്ടറി ഡേ കണക്ക് ഒരു വലിയ പരേഡാണ്. അവിടെയാണ് പുടിനൊക്കെ കഴിഞ്ഞ തവണ വന്നതും കിങ് ജോൺ ഉൻ തന്റെ പുത്രിയുമായി ആ പരേഡ് കാണാൻ എത്തിയതും ഒക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്തും ഈ ഷീ ജിൻ പിങ് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ ആവർത്തിക്കുന്നതിനിടയിൽ ഒരിക്കൽ ട്രംപ് പറഞ്ഞു, എന്തായാലും ഈ ചൈന എന്റെ അധികാര സമയത്ത്, അതായത് ഞാൻ റിട്ടയർഡ് ആകുന്നത് വരെ അവന്മാർ അനങ്ങത്തില്ല. ഞാൻ റിട്ടയർഡ് ആയി കഴിഞ്ഞു എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല. കാരണം ഇദ്ദേഹം റിട്ടയർഡ് ആകണം 2028 ആകണം. അതുവരെ എനിക്ക് അറിയില്ല എന്നുള്ളത്. പക്ഷെ ചൈനയെ സംബന്ധിച്ച് അതല്ല. 2027 എത്തുമ്പോഴേക്കും തായ്വാൻ അവരുടെ കൂടെ ചേരണം. ഇത് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. ഇതിന് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ തന്നെ തായ്വാന് ചുറ്റും വലിയ രീതിയിലുള്ള സൈനിക വിന്യാസമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സബ്മറൈനിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു വലിയ മിസൈൽ പരീക്ഷണം ഇപ്പോൾ ചൈന നടത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെയാണ് ഉത്തര കൊറിയ ഒരു മിസൈൽ പരീക്ഷണം. ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തുന്ന ഒരു വാർത്തയേ അല്ല. അപ്പൊ ധനുഷ് ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അവർ പരമ്പരാഗത രീതിയിലേക്ക് അവർ പോയെന്ന് വെച്ചാൽ, അവർക്ക് പരമ്പരാഗതമായ ശത്രുവാണ് അവരുടെ ദക്ഷിണ കൊറിയ. ഇത് തമ്മിൽ വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. പരമ്പരാഗതമായ ആക്രമണത്തിനാണ്. ഇതിനകത്ത് രണ്ട് കാര്യമുള്ളൂ. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യമല്ല ഉത്തര കൊറിയ. ഉത്തര കൊറിയക്ക് മറ്റൊരു പ്രത്യേകത, ലോകത്തെ 2ാം നമ്പർ കപ്പലുകൾ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്ന രാജ്യവും ഉത്തര കൊറിയ. 2ാം നമ്പർ കപ്പലുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ഈ പറയുന്ന ഷാഡോ ഫ്ലൈറ്റുകളുണ്ട്. അതായത് ഇവര് ഉത്തര കൊറിയ ചെയ്യുന്നത് ഈ നമ്മളെ എന്താ പറയുക, ആക്രി അല്ലെങ്കിൽ പൊളിച്ച്, കപ്പലിനൊരു കാലയളവുണ്ട് നമ്മുടെ വാഹനത്തിലുള്ളത് പോലെ. അപ്പൊ പൊളിച്ച് കളയാൻ ഉപയോഗിക്കുന്ന കപ്പലുകളുണ്ട്. ഈ ലോകത്തെമ്പാടുമുള്ള പൊളിച്ചു കളയുന്ന കപ്പലുകൾ ഈ ഉത്തര കൊറിയയാണ് വാങ്ങുന്നത്. ഉത്തര കൊറിയ വാങ്ങുന്നത് ഉത്തര കൊറിയ നേരിട്ടല്ല, അവരുടെ ബിസിനസ്സുകാരാണ് ഇത് വാങ്ങുന്നത്. മറ്റു പല രാജ്യങ്ങളിലെ ബിസിനസ്സുകാരും ഇത് വാങ്ങും. എന്നിട്ട് ഇത് പൊളിച്ചു കളയാൻ എന്നുള്ള രീതിയിൽ അത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് അതിനെ പുതുക്കി പണിയും. ഇതിന് കുറച്ച് പുതുക്കി പണി കഴിഞ്ഞാൽ ഓടും. അപ്പൊ കുറച്ച് പണം മുടക്കിയാൽ മതി. ഇതിനെ കുറച്ചധികം ഇവർ ഷാഡോ ഫ്ലൈറ്റുകളായിട്ട് ഉപയോഗിക്കും. മറ്റു ചിലതിനെ ഇവര് വാർഷിപ്പുകളായി ഉപയോഗിക്കും. അതായത് വലിയ മുതൽ മുടക്കില്ലാതെ നടത്താൻ കഴിയും. ഇതുകൊണ്ട് എങ്ങനെയാണ് എന്നാണ് ധനുഷനോട് നേരത്തെ ചോദിച്ചത്. ഇത്തരം കപ്പലുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലുള്ള ഇറാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ചാവേർ ഡെത്ത് ബോട്ടുകളുണ്ട്. ഡെത്ത് സ്ക്വാഡ് എന്നാണ് ഇവർ പറയുന്നത്. 10,000-ഓളം ചെറു ബോട്ടുകളുണ്ട്. ആളില്ല, ഈ ചെറു ബോട്ടുകൾ ഓടിച്ചെല്ലുന്നു, ഈ വലിയ വലിയ കപ്പലുകളെ ആക്രമിക്കുന്നു. ഇത് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലേ? അതായത് ഒരു വലിയ യുദ്ധത്തിലേക്കല്ല അവരത് പോകുന്നത്. ആ മേഖലയിൽ മുഴുവൻ നാശം വിതയ്ക്കാൻ ഈ ചെറിയ ചെറിയ സാധനങ്ങൾക്ക്, ചെലവ് കുറഞ്ഞ സാധനങ്ങൾക്ക് കഴിയും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വിനാശകരമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഉത്തര കൊറിയ കൂടുതൽ അക്രമാസക്തമായിട്ട് ഈ പരീക്ഷണം നടത്തുന്നു എന്ന് ചോദിച്ചാൽ, ധനുഷ് നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിന്റെ ഉത്തരം. ചൈനയുടെ കൂലിത്തല്ലുകാരാണ്. ചൈന ഇവിടെ തയ്യാറെടുക്കുന്നു. ചൈന തയ്യാറെടുക്കുമ്പോൾ ഉത്തര കൊറിയ കൂടി അവിടെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരു വലിയ അപ്പർ ഹാൻഡ് ചൈനയ്ക്ക് കിട്ടും. കാരണം ഈ ഉത്തര കൊറിയ ലക്ഷ്യം വെക്കുന്ന ആരെയൊക്കെയാണ്? ജപ്പാനും ദക്ഷിണ കൊറിയയാണ്. ജപ്പാനും ദക്ഷിണ കൊറിയയും ആരാണ്? അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളാണ്. നാറ്റോയ്ക്ക് പുറത്തുള്ള നോൺ അലയൻസ് നാറ്റോ സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം എന്ന 2 രാജ്യങ്ങളാണ്. ഇവരെ പൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എവിടെയൊക്കെ ഓടി നടക്കാൻ പറ്റും? തായ്വാനെ രക്ഷിക്കാൻ വരുമോ? ദക്ഷിണ കൊറിയ രക്ഷിക്കണ്ടേ? ജപ്പാനെ രക്ഷിക്കണ്ടേ? ഇങ്ങനെ കിടക്കുന്നു ഇതിന്റെ ഒരു വശം. കാരണം ഒരു സൈഡിലെ ഒരു ശത്രുവിനെ കൊണ്ട് ആ ഭാഗത്ത് നിന്ന് അമേരിക്ക തടയിടുക, ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് ചൈനയ്ക്ക് വളരെ എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയും. ഇതിനിടയിൽ വളരെ കൗതുകരമായ ഒരു കമന്റ് കൂടെ വന്നു. ഈ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം റഷ്യയുടെ ഭാഗത്തു നിന്ന് കമന്റ് വന്നു, ആർക്കും പരീക്ഷിക്കാനുള്ള അവകാശമുണ്ട്, സ്വയരക്ഷയല്ലേ വേണ്ടത്, അതുകൊണ്ട് അവർ പരീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും. ഇതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ പോയി അസ്ത്ര എന്ന് പറയുന്ന ഒരു മിസൈൽ ഇന്തോനേഷ്യക്ക് നൽകാം എന്നൊരു കരാർ ഇപ്പോൾ നമ്മൾ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പസഫിക് സമുദ്രത്തിലേക്ക് ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലേക്ക് ഇന്ത്യ വളരെ കാലമായി ആവശ്യപ്പെടുന്നത് ഞങ്ങളെ കൂടെ കൂട്ടണം, നമുക്ക് ഒന്നിച്ച് അവിടെ നിരീക്ഷണവും പരീക്ഷണങ്ങളൊക്കെ നടത്താമെന്ന് പറയുമ്പോഴും പല രാജ്യങ്ങളും അതിനകത്ത് എതിർപ്പാണ്. മലേഷ്യ അടക്കമുള്ള പല രാജ്യങ്ങളും അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്തോനേഷ്യ നമുക്കിപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. സിംഗപ്പൂർ നമുക്ക് അനുകൂലമാണ്. പക്ഷെ മറ്റു ചിലർ നമുക്ക് എതിർപ്പ് ഉണ്ട്. അപ്പൊ ആ എതിർപ്പിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പല പണികളും നമ്മുടെ ഇന്ത്യ നോക്കുന്നുണ്ട്.
അവർക്ക് വേണ്ട സാമഗ്രികൾ കൊടുക്കുക, അവരിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുക. അങ്ങനെ സ്നേഹത്തിൽ പോയാലല്ലേ ഈ ഗ്രൂപ്പിനകത്തിടിച്ച് കയറാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ ഗ്രൂപ്പിൽ കയറ്റത്തില്ല. അപ്പൊ അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളുടെ കൂടെ കുറച്ചു നാളായിട്ട് അകന്നു നിന്നിരുന്ന രണ്ട് രാജ്യങ്ങളായിട്ടുള്ള ഇന്തോനേഷ്യയും മലേഷ്യയുമായി വളരെ അടുത്ത ബന്ധത്തിലേക്ക് എത്താനായിട്ട് ശ്രീ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ കാലയളവ് 2014 തൊട്ട് 2024 വരെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തവണ അദ്ദേഹം ആസിയാൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ചെറിയ 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 രാജ്യങ്ങളിൽ കൂടുതൽ തവണ അദ്ദേഹം പോയിട്ടുണ്ട്, എസ് ജയശങ്കർ പോയിട്ടുണ്ട്, സകലമാന മന്ത്രിമാരും പോയിട്ടുണ്ട്. എന്തിനേറെ പറഞ്ഞത്, യോഗി ആദിത്യനാഥ് ഒരു 5-6 മാസം മുമ്പ് സിംഗപ്പൂരിൽ അദ്ദേഹം പോയിരുന്നു. അപ്പം ഈ രാജ്യങ്ങൾ, കാരണം ആസിയാൻ രാജ്യങ്ങളിൽ ആരും വലിയ ശ്രദ്ധ പതിപ്പിക്കാവുന്ന രാജ്യങ്ങളാണ്, ആ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ കൂടുതൽ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം കടന്നു കയറുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടായാൽ, അതായത് തായ്വാൻ പിടിച്ചെടുക്കാൻ ചൈന നടത്തുന്ന നീക്കം ചെറുതല്ല, വലിയ നീക്കം തന്നെയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അത് പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഇത് കടലിലാണ് ഇതിന്റെ മെയിൻ യുദ്ധമുഖം, കരയിലല്ല. കടലിൽ ഒരു യുദ്ധമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഓട്ടങ്ങൾ നിലയ്ക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കച്ചവടം കാര്യങ്ങൾ നിലയ്ക്കുകയാണ്. പക്ഷെ ഇന്ത്യക്ക് ഇതിൽ കാര്യമായി യാതൊരു റോളും ഇല്ല തായ്വാൻ. കാരണം നമ്മൾ തായ്വാൻ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ള രാജ്യമല്ല. നമ്മളിപ്പോഴും ചൈനയുടെ പ്രവിശ്യയാണ് തായ്വാൻ എന്ന് പറയുന്ന രാജ്യമാണ്. കാരണം തായ്വാനെ അംഗീകരിച്ചിട്ടുള്ള വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ, അതിലൊന്ന് അമേരിക്കയാണ്. കാരണം അമേരിക്കയ്ക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. കാരണം തായ്വാനെ സഹായിച്ചുകൊണ്ട് തായ്വാനിൽ കയറിയുന്ന ചൈനയുമായിട്ട് കൊമ്പ് കോർക്കാൻ എളുപ്പമാണ്, ചൈനയെ തടയിടാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നൊരു ധൃതി പിടിച്ച നീക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കണ്ടോണം മാർക്ക് റൂബിയോയും അവരും ഇവരും ഒക്കെ ജടപടാന്നും പറഞ്ഞ് ഇന്ത്യയായിട്ട് കമ്മ്യൂണിക്കേഷൻ ശ്രമിക്കും. കാരണം എന്താണ്, ചൈന വളർന്നു വരുമ്പോഴത്തേന് ഇന്ത്യയെ ഒരു സൈഡിൽ നിർത്തണമെങ്കിൽ ഇന്ത്യക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോഴേക്ക് ഇപ്പൊ നോക്കിക്കോണം, ഈ നാറ്റോടെ യോഗമൊക്കെ കഴിയുമ്പോൾ ട്രംപ് 2 ഡയലോഗ് അടിക്കും. മോദി എന്റെ അടുത്ത സുഹൃത്താണ്, ഇന്നലെ കൂടെ വിളിച്ചതേ ഉള്ളൂ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ച് കുറെ ഡയലോഗ് അടിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ചൈനയ്ക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ്, നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള രാജ്യമുണ്ട്, അത് ഞങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡയലോഗ് അടിക്കുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഈ പരീക്ഷണം നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല. അത് തായ്വാൻ പിടിച്ചെടുക്കാനുള്ള ഒരു മാസ് മൂവ്മെന്റ് ആണ്. കാരണം അത് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ചൈന അത് പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, 2027 ഷീ ജിൻപിങ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ തായ്വാൻ എന്ന് പറയുന്ന പ്രവിശ്യ ചൈനയുടെ ഭാഗമായി മാറിയിരിക്കും. അവരുടെ സ്വപ്നങ്ങൾ ചെറുതൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഒരു വലിയ വിശാലമായ ലോകമാണ് ചൈനയുടെ സ്വപ്നം. ഇപ്പൊ ഉടനെ ഒന്നും നമ്മുടെ അടുത്തേക്ക് ചൊറിയാൻ വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.